ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സയ്യിദ് ഷെരീഫാണ്. അദ്ദേഹം പറയുമ്പോൾ നമുക്ക് കുറേ ആളുകൾക്ക് മനസ്സിലാവാൻ വെച്ചാൽ നോബൽ പ്രൈസ് എന്ന് സാധാരണ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ നോബൽ പ്രൈസ് ജേതാവായിട്ടുള്ള ഡേവിഡ് ബേക്കർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നുകൊണ്ടാണ് തിസീസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് കിട്ടിയിട്ടുള്ള ഡോക്ടർ സയ്യിദ് സ്പെയിനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ റിസർച്ച് ഓഫ് കാറ്റലോണിയ, അതെ, അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കെമിസ്ട്രിയിലെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ നേരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സർ, പേഴ്സണലായിട്ട് ഒന്ന് ശ്രോതാക്കൾക്കൊന്ന് പരിചയപ്പെടുത്തി കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സയ്യിദ് ഷരീഫ്. സ്വദേശം കോഴിക്കോട് കടലുണ്ടിയാണ്. വീട്ടിലുമ്മ, ഉപ്പ, ഞാൻ ഒരു ട്വിൻ ബ്രദറുണ്ട്. ഇരട്ടകളാണ് വീട്ടിൽ. പിന്നെ വൈഫുണ്ട്. വൈഫ് ഡോക്ടറാണ്. റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ഫ്രം നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് അവൾ കഴിഞ്ഞു, MBBS പൂർത്തിയാക്കി. പിന്നെ അനിയത്തി ഉണ്ട്. അനിയത്തി എയിംസിൽ വർക്ക് ചെയ്യാണ്, ഡൽഹി എയിംസിൽ. പിന്നെ ഉമ്മയും വർക്കിംഗ് വുമണാണ്. KCBയിൽ ഇപ്പം നിലവിൽ കടലുണ്ടിയിൽ തന്നെ സെക്ഷനിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട് സൂപ്രണ്ടായിട്ട്. ഉപ്പ പ്രവാസിയാണ്. ഓക്കെ, പിന്നെ പഠനം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒരു പുതിയ ഡോക്ടറേറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് എവിടുന്ന് പഠിച്ച് എന്തെങ്ങനെയൊക്കെയായിരുന്നു എന്നൊക്കെ അറിയുന്നുണ്ടോ? ഞാൻ സാധാരണ ഒരു കുടുംബത്തിലാണെങ്കിലും സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂൾ, മലയാളം മീഡിയം, ചാലിയ സ്കൂളിൽ നമ്മൾ ഇ പി മുഹമ്മദ് ബഷീറൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ചാലിയ സ്കൂളിലാണ് എൻ്റെ +1 8 മുതൽ +2 വരെയുള്ള കാലഘട്ടം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് +1 +2 ഒരു ലെവൽ സയൻസ് സ്റ്റുഡൻസൊക്കെ പോകുന്ന പോലെ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐസർ ഭോപ്പാലിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഐസർ ഭോപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള IITകളൊക്കെ ടെക്നോളജിയുമായിട്ട് അല്ലെങ്കിൽ BTech കോഴ്സസ് ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നുള്ള ബാംഗ്ലൂരിൻ്റെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടാണ് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ആർട്സ് ആൻഡ് ഗവൺമെൻറ്റിൻ്റെ ഐസർ ഭോപ്പാൽ എന്നുള്ളത്. അപ്പം അവിടുന്ന് BSMS എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാണ്. അതായത് BS 4 ഇയറും MS 2 ഇയറുമാണ്. പക്ഷെ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5 ഇയർ കോഴ്സായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഫോറിൻ ബേസ്ഡ് സെമസ്റ്റർ ബേസ്ഡ് അല്ലെ ക്രെഡിറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്ത് ആ ഒരു സ്റ്റഡീസിൻ്റെ ശേഷം അവിടെ നിന്നുള്ള എക്സ്പീരിയൻസും അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ശേഷമാണ് ഞാൻ അവിടെ തന്നെ നെറ്റ് എഴുതുകയും JRF എഴുതുകയും ചെയ്തു. കുറച്ച് കാലം ഞാൻ MES മമ്പാട് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് കാലം, ഒരു 3 മാസം അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പല യൂണിവേഴ്സിറ്റീസിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചൂസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിൽ അഡ്മിഷൻ കിട്ടിയപ്പം നേരെ അത് MES മമ്പാടുള്ള ഫാക്കൽറ്റി പൊസിഷൻ ഗസ്റ്റ് പൊസിഷനായിരുന്നു. അത് ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ PhDക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. സ്പെയിനിലേക്ക്. അതെ, അവിടെ ഒരു യാത്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു സാധാ സ്കൂളിൽ നിന്ന് അല്ലേ, ഒരു ചാലിയം സ്കൂളിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാലൊരു മലയാളം മീഡിയം അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിലേക്കൊക്കെ അതൊരു പ്രചോദനം കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്ത് ചോദിച്ചതും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ നിന്ന്, പ്രത്യേകിച്ച് മമ്പാട് MES കോളേജിൽ നിന്ന് അങ്ങോട്ട് സ്പെയിനിലേക്കൊരു പറിച്ചു നടൽ, അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം പറയാൻ. എനിക്ക് അങ്ങനെ മമ്പാട് MES കോളേജിനെയും പിന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മമ്പാട് MES കോളേജ് ഒരു ഓട്ടോണമസ് കോളേജാണല്ലോ. അവർക്ക് എക്സാമുകൾ നടത്താനുള്ള അവകാശങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് നിലവിലുള്ള ഐസർ സിസ്റ്റം അല്ലെങ്കിൽ IIT സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയ എഡ്യൂക്കേഷണൽ പോളിസീസും കാര്യങ്ങളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഞാൻ ഐസർ ഭോപ്പാലിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മൈനർ ഡിഗ്രി എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ ജിയോളജിയിലും കാര്യങ്ങളൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം
അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കോഴ്സുകൾ ഇന്ന ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിരിക്കും. ഡിഗ്രി വേണം എന്നുണ്ടെങ്കിൽ ഇന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ ചിലപ്പം അതിൻ്റെ ആവശ്യം ഉണ്ടാവണം എന്നില്ല. അപ്പം നമ്മൾ ഇത്ര കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. കൂടാതെ നമുക്ക് ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന് നമ്മളെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്ന്, അതായത് ഞാൻ കെമിസ്ട്രിയിലാണെങ്കിലും കൂടി എനിക്ക് എൻവയോൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു കോഴ്സ് എടുക്കാം, എക്കണോമിക്സ് നിന്ന് എടുക്കാം, അവിടെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് അതിൽ നിന്ന് എടുക്കാം. അപ്പം അങ്ങനെ വളരെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം എനിക്ക് പറയാനുള്ളത്, പേഴ്സണലി പറയാനുള്ളത്, അപ്പം അങ്ങനെയുള്ളൊരു അവസരങ്ങൾ MES മമ്പാട് പോലെയുള്ള കോളേജുകൾക്ക് കുട്ടികൾക്ക് നൽകാനാവണം. അതൊരു വളരെ ഒരു ലിമിറ്റേഷനായി തോന്നിയിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും. കാരണം ഒരു BSc കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ BSc ബയോളജി പഠിക്കുന്ന കുട്ടിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സെമസ്റ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സെമസ്റ്ററിൽ സിലബസുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റിസിസം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്കൂൾ എങ്ങനെയാണോ അതുപോലെ തന്നെ കോളേജിലും അവരെ കോഴ്സസ് ഡിസൈൻ ചെയ്തിട്ടില്ല. കാരണം അവർക്ക് എലക്റ്റീവ് ഉണ്ട്, പക്ഷെ എല്ലാവരും ഒരേ എലക്റ്റീവ് എടുക്കാനുള്ള ഓപ്ഷനുള്ളൂ. അവരുടേതായിട്ടുള്ള ഓപ്ഷൻസ് കുറവാണ്. കാരണം ഒരു ക്ലാസ്സിൽ നിന്ന് വേറെ ക്ലാസ്സിലേക്ക് മാറിയിരുന്ന് ടൈം ടേബിൾ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ, കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം നിങ്ങളോട് നിങ്ങൾക്ക് പയ്യ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിനിലുള്ള നല്ലൊരു വിഭവമാണ് പയ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് ചോദിക്കും. പക്ഷേ അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷനും. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ രുചിക്ക് തന്നെ വേണം. രുചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള പറയാൻ പറ്റുള്ളൂ. മറ്റേതാ ഉള്ളത് വെച്ച് ഇങ്ങനെ പോകും. അപ്പോൾ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന എല്ലാ വിഭവങ്ങളും രുചിക്കുക, അവർക്ക് പറ്റുന്ന എല്ലാ ഏരിയകളും രുചിക്കുക, എന്നിട്ട് അതിൽ ഇഷ്ടപ്പെട്ടത് അഭിരുചി, അങ്ങനെയാണ് അഭിരുചി സെലക്ട് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് നമ്മളൊരു കരിയർ ഗൈഡൻസിൻ്റെ അല്ലെങ്കിൽ കരിയർ കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രസ്റ്റ്, ആ കാലമൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം പക്ഷെ അങ്ങനെ ഒരു ഡൈവേഴ്സായിട്ട് വ്യത്യസ്തമായിട്ടുള്ള രുചിക്കാനുള്ള അവസരങ്ങൾ പരിമിതമാണ് എന്നാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. അതെ, നിലവിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പരിമിതമാണ്. അതിന് നമുക്ക് ഒരു കെമിസ്ട്രി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അയാൾക്ക് ഒരു ജേർണലിസം കോഴ്സ് എടുക്കാൻ പറ്റുകയാണ്. 1-2 കോഴ്സ് അതിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റുക. 1-2 കോഴ്സ് ഏതെങ്കിലും 2 സബ്ജക്റ്റ്, ജേർണലിസത്തിലുള്ള 2 സബ്ജക്റ്റ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അയാൾക്കൊരു സയൻറ്റിഫിക് റിപ്പോർട്ടർ ആവാനുള്ള ഒരു ഭാവി ഉണ്ടാവും. പിന്നെ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു കോഴ്സ് ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൺലൈനായിട്ടുള്ള കോഴ്സാണ്. നമ്മളെ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു. അപ്പോൾ അതിൽ ഹൈബ്രിഡ് കോഴ്സാണ്. അവരുണ്ട്, നമുക്കും ചൂസ് ചെയ്യാം. ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ കോഴ്സാണ്. അവർ അവിടെ ഹാർഡ്വേർഡിൽ കൊടുക്കുന്ന കോഴ്സ് അവർ ഓൺലൈനായിട്ട് സ്ട്രീം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ അവർ കുട്ടികളിങ്ങനെ ഇൻട്രോ ചെയ്യുമ്പം അവരിൽ പലരും ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസും എക്കണോമിക്സും പഠിക്കാം. ഇവിടെ സാധാരണ കോളേജിലൊന്നും പോസിബിളേ ആവില്ല. കമ്പ്യൂട്ടർ സയൻസ് എക്കണോമിക്സും എന്തിനാണ് പഠിക്കുന്നത് ചിലപ്പോൾ ചോദിക്കും ആൾക്കാർ. പക്ഷേ നമ്മളെ കുറച്ചും കൂടെ ഒന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ ഈവൻ കമ്പനീസ് ആണെങ്കിലും കൂടി അവരെ എക്കണോമിക് പോളിസീസിനുള്ള മോഡൽ ഡെവലപ്പ് ചെയ്യാൻ, ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പ്രീവിയസ് ഹിസ്റ്ററി വെച്ചിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ കോഴ്സിനെ കൊണ്ട് ഉപകാരപ്പെടും. പിന്നെ അഥവാ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോകണം തോന്നുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചും എടുത്ത് എക്കണോമിക്സിലേക്ക് പോകുന്നത് അങ്ങനെയും പോവാം. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തകൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനവൻ്റെ അഭിരുചിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സാധ്യതകൾ വർദ്ധിക്കും. പിന്നെ എന്ത് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലികളുണ്ട്. അല്ലേ, ഒന്നുമല്ല, നിങ്ങളതിൽ എക്സൽ ചെയ്യാൻ പറ്റണം. എല്ലാ ഫീൽഡിലും എക്സൽ ചെയ്യാൻ പറ്റണം. എക്സൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലികളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിന് എന്തായിരുന്നാലും നമ്മൾ ചിലപ്പം ഇന്ന കോഴ്സ് സാധ്യതകളില്ലേ,
ഞാൻ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇന്ന കോഴ്സ് സാധ്യത. എൻ്റെ ഉത്തരം എല്ലാ കോഴ്സിനും സാധ്യതകളുണ്ട്. കാരണം ഈ കോഴ്സുകളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു അധ്യാപകരെങ്കിലും ആവാം. ഒരു അനവധി കോഴ്സുകളും അതുപോലെ തന്നെ സാധ്യതകളും ഉണ്ടായിരിക്കാൻ കെമിസ്ട്രി തിരഞ്ഞെടുക്കാനുള്ള കെമിസ്ട്രി തിരഞ്ഞെടുക്കുക. ആദ്യകാലത്ത് എനിക്ക് ഫിസിക്സ് ആയിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം ഐസർ ബോപ്പനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 2 വർഷം കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ 2 വർഷം നിങ്ങൾ +2 പഠിച്ച പോലെ എല്ലാ സബ്ജക്റ്റും പഠിക്കുക. കെമിസ്ട്രി, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതിന് എക്കണോമിക്സ് ഉണ്ട്, എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് 4 സബ്ജക്റ്റ് PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്തായാലും പഠിക്കണം. പിന്നെ എലക്റ്റീവായിട്ട് ചില സെമസ്റ്ററുകൾ മാറി മാറി വന്നിട്ട് എല്ലാ സബ്ജക്റ്റും, അതായത് നമ്മൾ സയൻസിലുള്ള ഒരുവിധം ജിയോളജി അടക്കമുണ്ടായിരുന്നു ഫസ്റ്റ് 2 ഇയേഴ്സിൽ. അപ്പം ഭോപ്പാലിന് അപ്പോൾ അവിടെ നമ്മൾ ഒരുവിധം സബ്ജക്റ്റുകളൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, കുറച്ചും കൂടെ നമ്മൾ ഇൻ ഡെപ്ത് പഠിച്ചു കെമിസ്ട്രി എന്ന സബ്ജക്റ്റ്. അപ്പോൾ അതിനോടാണ് കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത്. ആദ്യം ഫിസിക്സിൽ നിന്ന് മറ്റേത് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇതിനേക്കാൾ ഭേദപ്പെട്ടത് അതാണെന്ന് തോന്നി. അല്ല, അതുകൊണ്ടുകൂടെ എനിക്ക് പിന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നിൽ തന്നെ നിൽക്കാതെ വ്യത്യസ്തമായൊരു പിന്നെ മാർഗം മുമ്പിലുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഏതും തിരഞ്ഞെടുക്കാവുന്നൊരു പിന്നെ ഒരു മാർഗം അവൻ്റെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനിഷ്ടപ്പെട്ടത് അവൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ അവൻ്റെ ഭാവിക്ക് അല്ലെങ്കിൽ അവൻ്റെ തോന്നലിന് ഒക്കെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടായത് കൊണ്ടായിരിക്കാം ഈ ഒരു 4 ഓപ്ഷൻസിൽ നിന്ന് കെമിസ്ട്രി കയറാനുള്ളൊരു. സാർ, ഈ കെമിസ്ട്രി പറയുമ്പോഴേ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ശ്രോതാക്കളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, കെമിസ്ട്രിയോളൊക്കെ സ്കൂളിലൊക്കെ പലരും കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവും. അതെ. ഈ കെമിസ്ട്രി നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് അതിൻ്റെ അത് കെമിസ്ട്രിയെ കുറിച്ച് ചെറിയൊരു ഇത് കൊടുക്കാൻ പറ്റുമോ? ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രം എന്ന് പറയല്ലേ, രസതന്ത്രം ഞാൻ അതൊക്കെ മറന്നു പോയിട്ടില്ല. ഒരു ഡയറക്റ്റായിട്ട് ഒരാൾ ചോദിക്കുകയാണ് കെമിസ്ട്രി എന്താന്ന്. കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ഉത്തരം മേക്കിംഗ് ആൻഡ് ബ്രേക്കിംഗ് ഓഫ് ബോൺസ് എന്നുള്ളതാണ്. അതായത് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുള്ളത് മോളിക്യൂൾസിനെ കൊണ്ടാണ്, തന്മാത്രകളെ കൊണ്ടാണ്. ആ തന്മാത്രകൾ കഴിഞ്ഞിട്ട് ആറ്റം, ആ തന്മാത്രകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്. ഈ ആറ്റങ്ങൾ തന്മാത്രകളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ വേണം. അവർ സ്പെസിഫിക് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ അവർ അട്രാക്റ്റ് ചെയ്യണം. അവർ തമ്മിൽ ഒരു ബോണ്ടിങ് വേണം. അവിടെയാണ് ബോണ്ടിങ് വരുന്നത്. അങ്ങനെയുള്ള ബോണ്ടിങ്, ആ ബോണ്ടിങ് യൂസ് ചെയ്തിട്ട് തന്മാത്രകളാവുന്നു. ആ തന്മാത്രകളാണ് നമ്മളുടെ കസേരയിലാണെങ്കിലും, നമ്മളെ ഈവൻ രാവിലത്തെ ടൂത്ത് പേസ്റ്റിലാണെങ്കിലും ബ്രഷിലാണെങ്കിലും ഒക്കെ ആ തന്മാത്രകളാണ് ഈ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ കെമിസ്ട്രി എന്നുള്ളത് ഈ തന്മാത്രകളുടെ അട്രാക്ഷൻ, ഞാൻ ഈ ആറ്റങ്ങളുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം. ചില ആറ്റങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും, ചില ആറ്റങ്ങളോട് കുറച്ച് അട്രാക്ഷൻ ആയിരിക്കും, റിപ്പൾഷൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അത് അതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പം ആ തിയറി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ട തന്മാത്രയെ ഉണ്ടാക്കുക. ഇതാണ് കെമിസ്ട്രി എന്നുള്ളത്, ബ്രേക്കിംഗ് ആൻഡ് മേക്കിംഗ് ഓഫ് ബോൺസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുക, എന്നിട്ട് പുതിയൊരു മോളിക്യൂൾ ഉണ്ടാക്കുക, തന്മാത്രയെ ഉണ്ടാക്കുക. വ്യത്യസ്ത ആറ്റങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തന്മാത്രയിലേക്ക് അതിനെ മാറ്റുക. അതെ അതെ. ഈ സംസാരത്തിൽ പോലും ചില കെമിസ്ട്രികളുണ്ട് എന്ന് പറയാനുള്ള കാരണം ഉണ്ടാകാൻ. അതായത് പിന്നെ ഈ ഡെയിലി ലൈഫ്, ഈ പ്രപഞ്ചത്തിൽ തന്നെ അത് അള്ള വെച്ചിട്ടുള്ളൊരു അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതെ, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിലും ഇവിടുത്തെ വസ്തുക്കളിലും, നേരത്തെ പറഞ്ഞ കസേര പറഞ്ഞു, അങ്ങനെ ഇഷ്ടംപോലെ വസ്തുക്കൾ, ഭൗതിക പിന്നെ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ളതാണല്ലോ. അപ്പം അതിലൊക്കെ കെമിസ്ട്രി ഉണ്ട്. നമ്മളെ ശരീരത്തിലടക്കം എല്ലാം കെമിസ്ട്രിയാണ്. അങ്ങ് പറയുമ്പോഴാണ് ആൾക്ക് മനസ്സിലാക്കുക കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയുള്ള ഒന്നല്ല, നമ്മളടക്കിയുള്ള സംഗതിയാണ് കെമിസ്ട്രി. പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം അതൊക്കെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്, അതെ അതെ, അതൊക്കെ കെമിക്കൽ മോളിക്യൂൾസ് ആണ്.
അപ്പം നമ്മൾ കെമിക്കൽ അടങ്ങിയ വസ്തുക്കളാണെന്ന് പറയും. നമ്മളത് കഴിക്കേണ്ട കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ്. അതിനർത്ഥം അത് നമ്മൾ കഴിക്കുന്ന മീറ്റ് ആണെങ്കിലും ഒക്കെ കെമിക്കൽ തന്നെയാണ്. പക്ഷേ അതിനർത്ഥം വെക്കുന്നത് അതിൽ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉണ്ട് എന്നുള്ളത്. ഈ രസതം കെമിക്കലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ ഓർത്തു പോകുന്നത്, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും പക്ഷെ ഇത് ജീവിതവുമായി ബന്ധപ്പെട്ട ഒന്നല്ല, ഇത് വേറെന്തോ ഒന്നാണ് എന്ന് പരീക്ഷയ്ക്ക് മാത്രം പഠിക്കുന്നത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം പലർക്കും ഉണ്ട്, എന്താ എന്നുള്ളത്. ആറ്റവും തന്മാത്ര എന്താന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സാറ് പറഞ്ഞില്ല, ആറ്റവും തന്മാത്രയാണെങ്കിൽ അത് തമ്മിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നതാണ് തന്മാത്ര. അപ്പോൾ ഈ പൂഞ്ചി കൂടിയതാണ് ഒരു ലഡു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എന്നതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതിപ്പോൾ കുട്ടി മനസ്സിലാക്കി എന്താണ് പൂഞ്ചിയാണ് ആറ്റം, തന്മാത്ര എന്നാൽ ലഡുവാണ് എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട്. സാറ് സ്പെയിനിൽ പോയി, എന്താ സ്പെയിനിലൊരു ഒരവസ്ഥ, അവിടുത്തെ വിദ്യാഭ്യാസം, കൾച്ചർ, ഇതൊക്കെ എത്ര വർഷം അവിടെ ഉണ്ടായിരുന്നു? ഞാൻ 4.5 വർഷം. അപ്പോൾ ഒരു നാടിനെ അറിയാൻ മാത്രം എമ്പാടുള്ള കാലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 2020 ജനുവരി 10-നാണ് ഞാൻ ആദ്യമായിട്ട് സ്പെയിനിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് ഡേ ഇൻ സ്പെയിൻ എന്നുള്ളത്. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, അതായത് നാട്ടിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്, അതായത് ഒരു പ്രവാസി എന്ന നില ഒരു പ്രവാസ ലോകത്തേക്ക് പോകുന്നത് അങ്ങനെ ആദ്യമായിട്ട് സ്പെയിനിലേക്കാണോ, അതോ അതിന് മുമ്പേ? എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നത്, ഞാൻ എവിടെ പോവുകയാണെങ്കിലും, നാട്ടിലാണെങ്കിലും ഇനി നമ്മളെ മിഡിൽ ഈസ്റ്റിലേക്കാണെങ്കിലും, അത് എൻ്റെ എഫേർട്ടിൽ പോകണം എന്നുള്ളതായിരുന്നു. ഇതിന് മുമ്പ് ഇപ്പോൾ ഒരു വെക്കേഷൻ്റെ സമയത്ത് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അവിടെ പോയിട്ടുണ്ട്? ഇല്ല, പോയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ എഫേർട്ടിൽ പോകണം എന്നുള്ളതായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. സ്വന്തം കാലിൽ പോകണം എന്നുള്ളത്. അത് എങ്ങോട്ടാണ്. അപ്പം ഇൻഷാല്ലാ അതിനുള്ളൊരു ആഗ്രഹം സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും സ്പെയിനിലേക്കാണ് ആദ്യമായിട്ട് പോയത്. ബാക്കി സ്പെയിനിലെ അനുഭവങ്ങൾ വരട്ടെ. സ്പെയിൻ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഐസർ ഭോപ്പാലുള്ള അവസാനത്തെ വർഷം നമുക്ക് കോഴ്സസ് ഒന്നും പഠിക്കാനില്ല. ഒരു വർഷം നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തിരുന്ന പ്രൊജക്റ്റ് ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായ പ്രൊജക്റ്റ്. കാരണം അതൊരു പുതിയ ലാബായിരുന്നു. അപ്പം ആ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഫീൽഡ് നന്നായിട്ട് ഇൻട്രസ്റ്റഡായി. ഗൈഡും നല്ല സപ്പോർട്ടീവായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ സ്പെയിനിലേക്ക് ഉള്ള ഒരു റിസർച്ച് എക്സ്പോഷർ എനിക്ക് കിട്ടുന്നത് ഐസർ ഭോപ്പാലിനായിരുന്നു. അപ്പം ഐസർ ഭോപ്പാലിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. റിസർച്ച് ഓറിയൻറ്റഡ് കോഴ്സസാണ്. അപ്പോൾ അവിടുന്ന് ഇഷ്ടപ്പെട്ട കോഴ്സും ഇഷ്ടപ്പെട്ട ഏരിയ മനസ്സിലാക്കി ആ ഏരിയയിലുള്ള ആളുകൾക്ക് നമ്മൾ മെയിൽ അയക്കുക ചെയ്യുന്നത് അഡ്മിഷന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും. ചിലപ്പം ഓൾറെഡി അഡ്വർടൈസ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇട്ടിട്ടുണ്ടാവും, ഇന്ന PhD പൊസിഷൻസ് അവൈലബിൾ ആണ്. പല രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും ഒരു PhD അഡ്മിഷന് വേണ്ടിയിട്ട് ആയിട്ട്. അപ്പോൾ സാധാരണ ഒരു ഡിഗ്രി അഡ്മിഷൻ പോലെയല്ല PhD അഡ്മിഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്പെയിനിലേക്ക് ജനുവരി അതിനുശേഷം അഡ്മിഷൻ കിട്ടി, പ്രൊസീജിയർ കഴിഞ്ഞു, സ്പെയിനിലേക്ക് എത്തി. ബാഴ്സലോണ എന്നെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണ ഭയങ്കര ബാഴ്സലോണ ക്ലബ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഫാനും കൂടി ആയിരുന്നു. ജനുവരി 10 അവിടെ എത്തി. പിന്നെ മാർച്ചിലെത്തിയപ്പോൾ അവിടെ നമ്മുടെ ഒരു കളി മെസ്സിനെ കാണണം എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ മാർച്ച് 10 എത്തിയപ്പോൾ നമ്മളെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കോവിഡ് വന്നപ്പം അവിടെ ലോക്കായി. കോവിഡിൻ്റെ സമയത്തൊക്കെ അവിടെ ആയിരുന്നു. കോവിഡ് ജസ്റ്റ് ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട് വരുന്നുള്ളൂ, അപ്പോഴേക്ക് കോവിഡ് വന്നു. അപ്പോൾ നമ്മൾ വർക്ക് അറ്റ് ഹോം എന്നുള്ള ഇതിലേക്ക് പോയി. ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പം അത് കഴിഞ്ഞു. അപ്പം അവിടെ സംബന്ധിച്ചിടത്തോളം വർക്കിംഗ് ഷെഡ്യൂള് നമുക്ക് രാവിലെ വർക്കിംഗ് ഷെഡ്യൂൾ തുടങ്ങുകയാണെങ്കിൽ 7 മണിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആവും. 7 മണി മുതൽ 10 മണി വരെ. അന്ന് 12, ഞാൻ തുടക്കകാലത്തിൽ 12 മണി വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ ആയിരുന്നു, രാത്രി 12 മണി വരെ. ആഴ്ചയിൽ 38 മണിക്കൂർ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
പക്ഷെ ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം അയാൾ കിടന്നുറങ്ങുമ്പോഴും ചിലപ്പോൾ വർക്ക് ചെയ്യും, മൈൻഡിൽ വർക്ക് ചെയ്യും. പക്ഷേ എന്നാലും അവിടെ ഇതൊരു കമ്പനി രജിസ്ട്രേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് സ്പാനിഷ് ലോ അനുസരിച്ച് ഇതൊരു കമ്പനി രജിസ്ട്രേഷനാണ് വരുന്നത്. അപ്പം അതിൽ ഒരു എംപ്ലോയി എന്നുള്ള നിലക്കാണ് നമുക്കുണ്ടാവുക. അത് യൂറോപ്പിൽ എവിടെ ആണെങ്കിലും PhD എന്നുള്ളതൊരു ജോലിയല്ല, ആഫ്റ്റർ മാസ്റ്റേഴ്സ് അല്ല, സ്റ്റഡി അല്ല, ജോലിയാണ്. ആഫ്റ്റർ മാസ്റ്റേഴ്സ് നിങ്ങൾ ജോലിക്കാരനായിട്ടാണ് അവർ കണക്കാക്കുക. നിങ്ങളുടെ ടാക്സ് അടയ്ക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, അതിനുള്ള ഫെസിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ അവിടെ PhDക്ക് ആഴ്ചയിൽ 38 മണിക്കൂർ വർക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ശരി. ഏത് സമയം ഏത് സമയം നിങ്ങൾക്ക് 7 മണിക്ക് കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്ക് ഇറങ്ങാം. ചിലപ്പം ചില വീക്സ് ആദ്യത്തെ 4 ദിവസം വർക്ക് ചെയ്യും, 5ാമത്തെ വെള്ളിയാഴ്ച ഒന്ന് കുറച്ച് നേരം വർക്ക് ചെയ്തിട്ട് നമ്മളെ പള്ളിയിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും. പിന്നെ ഒരു നല്ലൊരു സന്തോഷമുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു മൊറോക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്. തൊട്ടടുത്ത രാജ്യം മൊറോക്കാണല്ലോ. അപ്പോൾ നമുക്ക് പള്ളി കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ വലിയ പള്ളിയാവണമെന്നില്ല, അപ്പാർട്ട്മെൻറ്റുകൾ പള്ളികളാക്കുന്നതായിരിക്കും, ഇസ്ലാമിക് സെൻറ്റേഴ്സ് പള്ളികളാക്കുന്നതായിരിക്കും. അപ്പം അത് ചെറുതാണെങ്കിലും എൻ്റെ പ്രയാസങ്ങൾക്കൊക്കെ അത് ആശ്വാസം നൽകിയിട്ടുണ്ട് ആ പള്ളി. നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവസാനത്തെ ഒരു PhDക്കാരൻ്റെ ഒരു റിസർച്ചറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ PhD ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീസിസ് എന്ന സമയമൊക്കെ അത്യാവശ്യം നല്ല സ്ട്രെസ് ആയിരിക്കും. അപ്പം ആ സമയത്തൊക്കെ പലപ്പോഴും ഒന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോയി ഒരു മഗ്‌രിബിനൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. ഒന്ന് പോയി അല്ലെങ്കിൽ അസറിന് പോകും, അവിടെ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഒന്ന് റിലീവായിട്ട് ഒന്ന് ഉഷാറായിട്ട് തിരിച്ചു പോരാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ സ്പെയിനിൽ നമ്മളെ ഇസ്ലാമിക് പൈതൃകമുള്ള ഒരു രാജ്യമാണല്ലോ, 200 വർഷത്തോളം കൊർദോവ എന്നുള്ളതൊക്കെ. അപ്പം അതിൻ്റെ ഒരു അനുരണനങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കാൻ നിന്നിരുന്നു എന്താണ് അവിടെ കൊർദോവയിൽ വിസിറ്റ് ചെയ്യണമെങ്കിൽ സെവിയ്യ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇസ്ലാമിക് സ്ട്രക്ചേഴ്സും കാര്യങ്ങളും പള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പലതും നിലവിൽ പള്ളികളല്ല, ചില ചെറിയ പള്ളികളുണ്ട് പഴയ സ്ട്രക്ചേഴ്സിൽ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിസിറ്റിംഗ് പള്ളികളല്ലാതെ വിസിറ്റിംഗ് കാര്യങ്ങളായിട്ട് നിലനിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അമവിയ ഭരണം. അത് കഴിഞ്ഞിട്ട് അബ്ബാസിയ സമയത്താണ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. പിന്നെ നമ്മളെ മുസ്ലിം സൊസൈറ്റി എന്നുള്ള നിലക്ക് നിലവിലവിടെ നമ്മളിപ്പം പലപ്പോഴും പല രാജ്യങ്ങളിലും യൂറോപ്പിലേക്ക് പോകുമ്പോൾ റേസിസത്തെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എനിവേ പുറത്തുനിന്നുള്ളവരാണ്. പക്ഷെ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളോട് ഉള്ള റേസിസത്തെക്കാളും അവർക്ക് കൂടുതലായിട്ട്, ഞാൻ കാറ്റലോണിയ, അവിടെ റീജിയണലിസം കൂടുതലായിട്ടുണ്ട്, നാഷണലിസം അവർക്ക് കൂടുതലായിട്ടുണ്ട്. പിന്നെ റേസിസം ഉണ്ട്, പക്ഷെ അത് നമ്മളെക്കാളും കൂടുതലായിട്ട് അവർ കാണുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കുറേ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതലുണ്ട്. അപ്പം അവരാണ് കൂടുതൽ എണ്ണം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആസ് എ കൺട്രി എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പൊതുവെ ഈ റിലീജിയൻസ് ഏറ്റവും ക്രിസ്ത്യൻസ് തന്നെയല്ലേ? ക്രിസ്ത്യൻ കൺട്രിയാണ്. അപ്പോൾ നമ്മളിപ്പം ടാക്സ് ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവസാനം ഒരു ചോദ്യം ഉണ്ടാവും, നിങ്ങൾക്ക് ഒരു 10 യൂറോ നിങ്ങൾക്ക് ചർച്ചിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ചോദ്യം ആസ് സച്ച്. അപ്പോൾ ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് തന്നെയാണ് സ്പെയിൻ ഉള്ളത്. പക്ഷേ ഞാൻ നിൽക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് ടെറഗോണ എന്ന് പറഞ്ഞിട്ടുള്ള, ബാഴ്സലോണയിൽ നിന്നൊരു 100 കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള സിറ്റിയാണ് ടെറഗോണ എന്നുള്ളത്. അപ്പം ടെറഗോണ എന്നുള്ള സിറ്റിയിൽ 3 അച്ഛന്മാർ മലയാളീസാണ്. ശരി. അവിടെ പള്ളിയിലുള്ള 3 അച്ഛന്മാർ, ആകെ ഞങ്ങളൊരു 6 മലയാളീസ് മാത്രമേ ഞാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ 3 ആൾക്കാരും പുരോഹിതന്മാരായിരുന്നു. അപ്പം ഞാൻ നിൽക്കുന്ന സിറ്റി ആയതുകൊണ്ട് കുറച്ച് പോപ്പുലേഷൻ കുറവാണ്. ബാഴ്സലോണയിൽ കുറച്ചും കൂടെ പോപ്പുലേഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളെ ഞാൻ ചോദ്യം വിട്ടുപോയി.
അതായത് അവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതൽ കൂടുതലാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ഞാനിപ്പോൾ ആ പള്ളിയിലൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിലും അവർ അച്ഛന്മാരോട് സംസാരിക്കുകയാണെങ്കിലൊക്കെ അവിടെ പള്ളിയിൽ വരുന്നതൊക്കെ ഒരു 50 വയസ്സിൽ മുകളിലുള്ളവർ മാത്രമാണ്. അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ വരില്ല. വളരെ വളരെ മൈന്യൂട്ടായിട്ടാണ് വരുന്നതൊക്കെ. പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മതബോധം കുറവുള്ള ആളുകളാണ്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സെൻ സാൽവഡോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു സിറ്റി ഉണ്ട്. എൻ്റെ അതേ പ്രൊവിൻസിൽ വരുന്ന തന്നെയാണ്. അവിടുത്തെ പറഞ്ഞ ചാപ്പല് മൊറോക്കൻ കമ്മ്യൂണിറ്റി ഏറ്റെടുത്തിട്ട് അതൊരു മോസ്കാക്കി മാറ്റിയിട്ടുണ്ട്. ശരി. അപ്പം അത്രയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണെങ്കിലും കൂടി നമ്മളെ എത്തിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആളെ പേരുന്നായിരുന്നു, നമ്മളെ രവിചന്ദ്രനൊക്കെ ഒരു ബുക്കാണല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ കൾച്ചറൽ ക്രിസ്ത്യൻസ് ആണല്ലോ. അവരൊക്കെ കൾച്ചറൽ ക്രിസ്ത്യൻസ് മാത്രമാണ്, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ അഗ്നോസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അതായത് ദൈവം ഉണ്ടോ ദൈവം ഇല്ലേന്ന് അറിയാത്തവരായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ദൈവികമായിട്ട് തന്നെ ഒന്നുമില്ല, ദൈവം ഇല്ല എന്നുള്ളൊരു. പക്ഷെ കൂടുതലായിട്ട് നിരീശ്വരവാദത്തെക്കാളും കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അഗ്നോസ്റ്റിക് ചിന്താഗതിയാണ്. കാരണം അവർക്ക് ഒന്നും ദൈവം ഉണ്ടെങ്കിൽ ഓക്കെ, ദൈവം ഉണ്ട്, അങ്ങനെയാണ് പോവുക. നാം മതപരമായ ആ ഒരു ലെവലിൽ പോകുന്ന ആളുകൾ അത്ര ഒരു തീവ്രത അങ്ങനെ കാണിക്കില്ല. പക്ഷെ അവിടെ ഇസ്ലാമികമായ ഒരു സ്പേസ് എന്താണ് ഇപ്പോൾ? എന്താ ഞാൻ അതിൻ്റെ ഒരു വളർച്ച ഉണ്ടോ, അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾ കണ്ടെടുത്തോളം എങ്ങനെ? എൻ്റെ പള്ളിയിൽ ഞാനൊരു പ്രാവശ്യം ഒരു റമദാനിൽ ഒരു പെൺകുട്ടി ഒരു റിവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരാളും കൂടി റിവേറ്റഡായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാത്തതൊക്കെ അധികവും മൊറോക്കൻ കമ്മ്യൂണിറ്റി, അൾജീരിയൻ മൊറോക്കോ കമ്മ്യൂണിറ്റി എന്നാണ് കൂടുതലായിട്ടുള്ള. ഇമിഗ്രേഷൻ ത്രൂ ആണ് ഉള്ളത്. പിന്നെ അവരെ ഇമിഗ്രേഷൻ ത്രൂ ആണ്. പിന്നെ അവർ ഫാമിലി ആയിട്ട് ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. സച്ച് എന്നാലും കൺവേർഷൻ ഉണ്ടാവുന്നുണ്ട്. എൻ്റെ ചെറിയ സിറ്റി ആയതുകൊണ്ടായിരിക്കും കുറവ്. പിന്നെ മൊത്തത്തിൽ സ്പെയിനിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു തിരിച്ചുവരവ് ഇങ്ങനെ എന്താ പറയുക, ഒരു ഇസ്ലാമികമായിട്ടുള്ളൊരു കൾച്ചർ അല്ലെങ്കിൽ ഒരു വളർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പലപ്പോഴും അവിടെ കേൾക്കാറുണ്ട്. എങ്കിലും അവിടെ സ്ട്രിക്റ്റ് ആണ് എന്നുള്ളതും ഒരു വിഷയം തന്നെയാണെന്നാണ് കേൾക്കാറുള്ളത്. ഈ കൊർഡോവയിൽ പോയിരുന്നു? കൊർഡോവ എനിക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു പ്ലാന് ഉണ്ടായിരുന്നു, പക്ഷേ അത് അവസാന നിമിഷം ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് ഇനി റമദാനിന് ശേഷം ഒന്ന് വിസിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു യൂറോപ്യൻ കൺട്രി എന്നുള്ള അർത്ഥത്തിൽ ആ യൂറോപ്പിൻ്റെ അതിൻ്റെ അതേ ആ ഒരു തലം തന്നെയാണോ അവിടെ? കൊർഡോവൻ്റെ ആർക്കിടെക്റ്റും കാര്യങ്ങളും ഒക്കെ ഡിഫറെൻ്റ് ആണ്. യൂറോപ്യൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് എല്ലാ കൺട്രികൾക്കും അവരുടേതായ കൾച്ചറും അവരുടേതായിട്ടുള്ള രീതികളും ഉണ്ട്. നമ്മൾ ജർമ്മനിയിൽ കാണുന്ന കാഴ്ചകളായിരിക്കില്ല നമ്മൾ സ്പെയിനിൽ കാണാം, അല്ലെങ്കിൽ ഫ്രാൻസിൽ കാണുന്ന കാഴ്ചകളായിരിക്കില്ല സ്പെയിനിൽ കാണാം. അപ്പം എല്ലാ കൺട്രികൾക്കും നമ്മൾ ഇന്ത്യനെ പോലെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇന്ത്യയും പല നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നല്ലോ. പക്ഷേ യൂറോപ്പ് ഒരു രാജ്യമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളൂ ഇന്ത്യ. പക്ഷേ അതാണ് ഒരു ഭയങ്കര ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പം യൂറോപ്പിൽ എല്ലാ രാജ്യങ്ങളും യൂണിഫോംഡ് അല്ല, പക്ഷേ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്റ്റും കാര്യങ്ങളൊക്കെ പല സ്പേസിലും കാണാൻ പറ്റും. അപ്പോൾ ഏതായിരുന്നാലും വളരെ മനോഹരമായൊരു സെഷൻ നമ്മൾ ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അവസാനം എനിക്ക് തോന്നുന്നു നമ്മളെ നോബൽ പ്രൈസ് ജേതാവ് ഡേവിഡ് ബെക്കർ, അദ്ദേഹത്തിൻ്റെ കൂടെ അവരനുഭവം കൂടെ പറയാം. ഓക്കെ, ഡേവിഡ് ബേക്കറുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ്. നമ്മളെ റിസർച്ചിനും പിന്നെ അവർക്കുള്ള റിസർച്ചിനും. അതായത് അവരെ ഡേവിഡ് ബേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലാബ് തന്നെ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് മാറ്റാം. അത്രയും വലിയ അദ്ദേഹത്തിന് ഒരു 150ഓളം സയൻറ്റിസ്റ്റുകൾ അയാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് AI-യിലായിരിക്കും. പക്ഷെ അയാൾ വർക്ക് ചെയ്യുന്ന ഏരിയ മെഡിസിൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള ഒരു
ഒരു ഒരു ലാബാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അതിൽ കെമിസ്ട്രി സിന്തസിസ് അടക്കമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അയാൾ ഷെഡ്യൂളിന് വേണ്ടി അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പോസ്റ്റ് ഡോക്കാണ് നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൊളാബറേറ്റ് ചെയ്യുന്ന അവർക്ക് ചെയ്യേണ്ട ചില സ്പെക്ട്രോസ്കോപ്പിക് സ്റ്റഡീസാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവരെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില പ്രഡിക്ഷൻസ് നടത്തേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് അവരെ ടൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം അപ്പം ഞാൻ അവരോട് സംസാരിച്ചു, എങ്ങനെയാണ് നിങ്ങൾ അത്ര വലിയൊരു ലാബ് മാനേജ് ചെയ്യുന്നത്. ആഴ്ചയിൽ 20 മിനിറ്റ് ഒരാൾക്ക് അദ്ദേഹത്തെ കാണാം ലാബിലുള്ള. ഒരാൾ വന്ന് അപ്പോൾ അയാൾ പ്രസൻറ്റേഷൻ 20 മിനിറ്റിൽ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് 20 മിനിറ്റ് കാണാൻ പറ്റും. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ പുറത്ത് പോകണം. അതിൽ ഒന്നുമില്ല, കാരണം വേറെ ആൾക്കാർ ക്യൂവിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 20 മിനിറ്റിൽ ചിലപ്പം ആദ്യം വന്ന ആൾ ഒരു ഐഡിയ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും, ഒരു ഡിസ്കഷൻ. അടുത്ത വരുന്ന ആൾ, അപ്പം ഈ വരുന്ന ആൾക്ക് ചിലപ്പോൾ അതിൽ ഈ പറഞ്ഞ ഐഡിയയിൽ എക്സ്പെർട്ടീസ് ഉണ്ടാവില്ല, ജസ്റ്റ് തോട്ട് മാത്രമായിരിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത് വരുന്ന ആൾ ഡിഫറെൻറ്റ് ഫീൽഡിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ തോട്ട് അദ്ദേഹം ഇയാളുമായിട്ട് ഷെയർ ചെയ്യുകയും എന്നിട്ട് ഇവരെ കൊളാബറേറ്റ് ചെയ്യിക്കുക. അപ്പം അത് ഭയങ്കര ഒരു മാനേജ്മെൻറ്റാണ്. നമ്മുടെ ഒരു ഹൈ ലെവൽ റിസർച്ച് അല്ലെങ്കിൽ നോബൽ പ്രൈസ് കിട്ടുന്നവരൊക്കെ ആണെങ്കിലും അവരെ ലാബുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അവരെ സ്റ്റുഡൻസ് ചെയ്യുന്ന വർക്കായിരിക്കും. പക്ഷേ ഇവർ നല്ലൊരു മാനേജറായിരിക്കും. സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള നല്ലൊരു ഈസി ടാസ്ക് അല്ല. പക്ഷേ അതാണ് അതിൻ്റെ ഔട്ട്പുട്ടാണ് അവർക്ക് ഇതായിട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു അനുഭവമായിരുന്നു തിസീസ് അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ നമ്മൾ ഡോക്ടർ സയ്യിദ് ഷെരീഫിൻ്റെ കൂടെ ഈ സമകാലികത്തിൽ നമ്മൾ പങ്കുകൊള്ളുകയുണ്ടായി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതുവരെ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദിയുണ്ട്. പീസ് റേഡിയോയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ലൈവ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ മിക്കവാറും ഇതുമായി ബന്ധപ്പെട്ട ഫീഡ്ബാക്കുകൾ നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തുടർ പ്രോഗ്രാമുകളിൽ നമുക്കത് ശ്രോതാക്കളുമായിട്ട് പങ്കെടുക്കാം. അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്തുന്നു തോന്നുന്നു. നമ്മുടെ വിസ്ഡം നമ്മുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് ഡോക്ടർ സയ്യിദ് ഷെരീഫ്. ഒക്കെ നമ്മളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി നമുക്ക് പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിലുണ്ട് എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്.